ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടിന് അനുമതിയായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ സമർപ്പിച്ചു. കുന്നംകുളത്ത് ഷോപ്പിംഗ് മാളിൽ അഗ്നിബാധ. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. വെള്ളിക്കുളങ്ങര ചൊക്കരയിൽ പാടികൾക്ക് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി. തുമ്പൂർമുറി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങി നാശനഷ്ടം വരുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് അഗ്നിബാധയുണ്ടായ ഭണ്ഡാരത്തിലെ പണത്തിൽ 64 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി. സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിനായി ദേവസ്വം പോലീസിന് കത്ത് നൽകി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടിന് അനുമതിയായി. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ജില്ലാ ഭരണകൂടത്തിന് വെടിക്കെട്ടിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു. കമ്മിറ്റിയുടെ വാദം കേട്ട ഹൈക്കോടതി തൃശൂർ ജില്ലാ ഭരണകൂടത്തോട് ആറാട്ടുപുഴ പൂരത്തിന്റെ കരിമരുന്ന് പ്രയോഗത്തിന് അനുമതി നൽകാൻ ഉത്തരവിടുകയായിരുന്നു. ഏപ്രിൽ 3, 8, 9 തീയതികളിൽ നടക്കുന്ന കരിമരുന്ന് പ്രയോഗത്തിനാണ് ഹൈക്കോടതി അനുമതി നൽകിയത്. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു. പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിലാണ് ചമയങ്ങൾ സമർപ്പിച്ചു തുടങ്ങിയത്. എഴുന്നള്ളിപ്പിനുള്ള കുടയുടെ ഒറ്റൽ പെരുമ്പള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണ്ണമുക്കൽ ചേർപ്പ് KA ജോസും, തുന്നൽ തൃശൂർ VN പുരുഷോത്തമനും, മണിക്കൂട്ടം മിനുക്കൽ പെരിങ്ങാവ് രാജനും നിർവഹിച്ചു. ആറാട്ടുപുഴ ശാസ്താവിന്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന്റെ അകമ്പടിയായുള്ള തിരുവായുധമൊരുങ്ങി. വില്ലും ശരവും പ്രത്യേക മരത്തിൽ തീർത്ത വാളും പരിചയവുമാണ് തിരുവായുധം. ഇതിന് അവകാശമുള്ള ആറാട്ടുപുഴ കളരിക്കൽ കുടുംബാംഗം ബാലകൃഷ്ണക്കുറുപ്പിന്റെ ചുമതലയിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് തിരുവായുധം തയ്യാറാക്കിയത്. കരിമന ദണ്ടുകൊണ്ടാണ് വില്ലും ശരവും ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യാഴാഴ്ച രാത്രി പൂരം കുടിയേറ്റത്തിന്റെ ചടങ്ങുകൾക്ക് ശേഷം ഗോപുരത്തിന് മുൻവശത്ത് ആൽത്തറയ്ക്കൽ സമീപം കളരിക്കൽ കുടുംബാംഗങ്ങൾ ചേർന്ന് നിറവറയോടൊപ്പം തിരുവായുധം ശാസ്താവിന് സമർപ്പിക്കും. കുന്നംകുളത്ത് ഷോപ്പിംഗ് മാളിൽ തീപിടുത്തം. എബി മാൾ കെട്ടിടത്തിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്റിമേറ്റ് മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. രാവിലെ 7:30യോടെയാണ് സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും വിവിധ രേഖകളും കത്തിനശിച്ചിട്ടുണ്ട്. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ തീപിടുത്തം. ടെക്സ് 1 എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിൽ നിന്നും ഓയിൽ ചോർന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതാനും മാസം മുൻപും ഇതേ കമ്പനിക്ക് തീപിടിച്ചിരുന്നു. നാശനഷ്ടങ്ങൾ പരിഹരിച്ച് കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു വരുന്നതിനിടയിലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. വെള്ളിക്കുളങ്ങര ചൊക്കന എസ്റ്റേറ്റിലെ തൊഴിലാളി പാടികൾക്ക് സമീപം ചൊവ്വാഴ്ച രാത്രിയിലും കാട്ടാനയെത്തി. പാടികൾക്ക് സമീപമെത്തിയ ആനകൾ പുലരും വരെ പാടികളുടെ പരിസരത്ത് വിഹരിച്ചു. ആനയെ ഭയന്ന് പാടികളിൽ നിന്ന് പുറത്തിറങ്ങാതെയാണ് തൊഴിലാളി കുടുംബങ്ങൾ രാത്രി കഴിച്ചുകൂട്ടിയത്. 7 മണിക്ക് വന്ന ആനയാണ്. എനിക്ക് അനിയത്തി അമ്മയുണ്ട്. അവര് പേടിച്ചിട്ട് ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? എങ്ങനെ നേരം വെളുപ്പിക്കും? കഴിഞ്ഞ 1 മാസത്തോളമായി ഒരേ ആനകൾ തന്നെയാണ് ദിവസവും രാത്രിയിൽ പാടികൾക്ക് സമീപം എത്തുന്നത്. ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ നടപടി ഉണ്ടാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. തുമ്പൂർമുഴി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങി നാശനഷ്ടം വരുത്തി. അലങ്കാരച്ചെടികൾ തട്ടിമറിക്കുകയും ഒരു ഭാഗത്തെ മതിൽ ഇടിച്ചിടുകയും ചെയ്തു. തെങ്ങിൻ പട്ടകളും വലിച്ചിട്ട് തിന്നു. 5 ആനകളാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിലിറങ്ങി നാശനഷ്ടം വരുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് അഗ്നിബാധയുണ്ടായ ഭണ്ഡാരത്തിലെ പണത്തിൽ 64 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി. പൂർണ്ണമായും എണ്ണി തിട്ടപ്പെടുത്താൻ 2 ദിവസം കൂടി വേണ്ടിവരും. ഇന്ത്യൻ ബാങ്കിനാണ് ഇത്തവണ ഭണ്ഡാരം എണ്ണി തിട്ടപ്പെടുത്തുവാനുള്ള ചുമതല. 10,000 രൂപയിലധികം കത്തിനശിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. ദേവസ്വത്തിനുണ്ടായ നഷ്ടം ഇൻഷുറൻസിലൂടെ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ചയാണ് ശ്രീകോവിലിന് മുന്നിലെ 1-ാം നമ്പർ ഭണ്ഡാരത്തിൽ അഗ്നിബാധയുണ്ടായത്. ഭണ്ഡാരത്തിന് മുകളിൽ വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി വീണതിനെ തുടർന്നാണ് അഗ്നിബാധയുണ്ടായത്. തീയണയ്ക്കാൻ വെള്ളം ഒഴിച്ചതിനെ തുടർന്ന് നനഞ്ഞ നോട്ടുകൾ
കല്ലുകൾ ഉണക്കിയെടുത്ത ശേഷമാണ് എണ്ണൽ ആരംഭിച്ചത്. സുരക്ഷാ മുൻകരുതലെടുക്കാതെ പ്രവൃത്തി നടത്തിയതിനെക്കുറിച്ച് ദേവസ്വം അന്വേഷണം നടത്തും. അതേസമയം നാലമ്പലത്തിനകത്ത് അഗ്നിശമന ഉപകരണങ്ങൾ ഇല്ലാതിരുന്നത് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെന്ന് ഭക്തർ ആരോപിച്ചു. സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിനായി ദേവസ്വം പോലീസിന് ഉടൻ കത്ത് നൽകും. കൊടുങ്ങല്ലൂരിൽ ഭരണി ആഘോഷത്തിനിടെ യുവാക്കളെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കാസർഗോഡ് ബേക്കൽ സ്വദേശികളായ ചിറമൽ വീട്ടിൽ വിനോദ്, വൈശാഖ് എന്നിവരെ മുളവടി കൊണ്ട് ആക്രമിച്ച കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ്, സുകേഷ്, കാളിദാസ്, നിശാന്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 30-ന് രാത്രിയിൽ കൊടുങ്ങല്ലൂർ പുലക്കാവിൽ വെച്ചായിരുന്നു സംഭവം. തിരക്കിനിടയിൽ ദേഹത്ത് തട്ടിയതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ KS സാലിം, സജിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദേശീയപാത ചിറങ്ങര അടിപ്പാതയുടെ ബോക്സ് കോൺക്രീറ്റിംഗ് കമ്പികൾ നിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് കെട്ടിയ കമ്പികൾ അഴിച്ചുമാറ്റണമെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. നാട്ടുകാരുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധിക്കുകയായിരുന്നു. കാനയുടെ സ്ലാബുകൾ ലോറി കയറിയതിനെ തുടർന്ന് തകർന്നതാണ് പരാതിക്ക് ഇടയാക്കിയത്. യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 10 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴയടയ്ക്കുവാനും ശിക്ഷിച്ചു. കാരിമാത്ര സ്വദേശി ഏറാട്ടുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സഗീറിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ഇരിങ്ങാലക്കുട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കൈപ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാവ് BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. AITC സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്തു. AITC തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീർ അധ്യക്ഷത വഹിച്ചു. AITC വനിതാ വിഭാഗം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഷൈബ മുരളീദാസ്, ഡോക്ടർ ദിനേശ് കർത്ത, AITC സംസ്ഥാന കമ്മിറ്റി അംഗം TS ബിജു, AITC വനിതാ വിഭാഗം തൃശൂർ ജില്ലാ കോർഡിനേറ്റർ അജിത അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കിവിടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 9 വർഷം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക ജീവനക്കാരനായിരുന്ന ബാലുവിന്റെ രാജി സർക്കാരിനെയും റിക്രൂട്ട്മെന്റ് ബോർഡിനെയും അറിയിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം ലഭിച്ച ബാലു കഴക പ്രവൃത്തിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈഴവനായ ബാലുവിന്റെ കഴക പ്രവൃത്തിയെ തടഞ്ഞിരുന്നു. വിവാദമായതോടെ ബാലു ആദ്യം ഓഫീസ് ജോലിയിലും പിന്നീട് അവധിയിലും പ്രവേശിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേത്രം ഓഫീസിലെത്തിയ അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് നൽകുകയായിരുന്നു. ഒഴിവുള്ള കഴക പ്രവൃത്തിയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനം നടത്തുമെന്നും വൈകിയാൽ ദേവസ്വം താൽക്കാലിക നിയമനം നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. ജോലിയിൽ KDRB റിക്രൂട്ട് ചെയ്ത ബാലു 2/4/2025 തീയതി വരെ ലീവിലായിരുന്നു. അദ്ദേഹം 1/4/2025 തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി KDRBക്കും സർക്കാരിനെയും ഈ വിവരം അറിയിക്കും. അതിനുശേഷം സർക്കാരിൻ്റെയും KDRBയുടെയും നിർദ്ദേശപ്രകാരം ദേവസ്വം പ്രവർത്തിക്കും. ആ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ KDRBക്ക് നിയമിക്കാം, അതല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ദേവസ്വം നിയമിക്കും. കൊടുങ്ങല്ലൂർ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡെലിവറി ബോയ് മരിച്ചു. എറിയാട് തെക്കിനികത്ത് പരേതനായ അബ്ദുൾ സലാമിന്റെ മകൻ ഷാഹിർ സമാനാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. യുവാവിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. കരുവന്നൂർ ചെറിയപാലം പാറപ്പുറം സ്വദേശികളും സഹോദരങ്ങളുമായ പൂക്കാട്ടി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന അതുൽ കൃഷ്ണ, അരുൺ കൃഷ്ണ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അടുത്ത ഫ്ളാറ്റിലെ പെൺകുട്ടിയുമായി സംസാരിച്ചതിലുള്ള വിരോധത്താലാണ് പാറപ്പുറം സ്വദേശിയായ വേട്ടനാട് വീട്ടിൽ ശരത്തിനെ ആക്രമിച്ചത്. അതുൽ കൃഷ്ണ ഇരിങ്ങാലക്കുട മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ C രമേശ്, സബ് ഇൻസ്പെക്ടർ സജീബാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 14 വർഷവും 1 മാസം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഗുരുവായൂർ ആലമ്പടി പോക്കാക്കിലത്ത് വീട്ടിൽ ഷഹസ് കരീമിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. രണ്ടാം പ്രതി മുതുവട്ടൂർ സ്വദേശി തനൂഫ് കുഞ്ഞിമോൻ കോടതിയിൽ ഹാജരായില്ല.
കുരഞ്ഞിയൂരിൽ കുട്ടികൾ കളിക്കുമ്പോൾ പ്രതികളുടെ ദേഹത്ത് പന്ത് തട്ടിയത് സംബന്ധിച്ച വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണം. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ.ആർ. രജിത് കുമാർ കോടതിയിൽ ഹാജരായി. കോടാലി മാങ്കുറ്റിപ്പാടത്തുള്ള പുര ആർട്ട് കസയിൽ കുട്ടികൾക്കായി വരമുറ്റം എന്ന പേരിൽ അവധിക്കാല ചിത്രകലാ ക്യാമ്പിന് തുടക്കമായി. ചിത്രകലാ ക്യാമ്പുകൾ പിന്തുടരുന്ന പരിചിതമായ ചട്ടക്കൂടുകളെ ഭേദിച്ച് സ്വതന്ത്രമായി വരയ്ക്കാനും പ്രകൃതിയെ നിരീക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ നിശാന്ത് പറഞ്ഞു. നമ്മൾ സ്ഥിരം കണ്ടു പഴകി വന്നിരിക്കുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പല ക്ലാസ് റൂം ശീലങ്ങളൊക്കെ അപ്പുറം പുരയുടെ മുറ്റും പുരയുടെ ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത്ര ലിമിറ്റേഷനുകളും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ കുട്ടികളെ അവരവരുടേതായ ക്രിയേറ്റിവിറ്റിയിലേക്ക് അയച്ചുവിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരയ്ക്കാനുള്ള കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രകൃതി സ്നേഹികളും സാമൂഹിക പ്രതിബദ്ധതയുമുള്ളവരുമായി വളർത്താൻ ലക്ഷ്യമിട്ട് ചിത്രകാരിയും കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയുമായ പ്രിയ ഷിബു തന്റെ വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കലാഗ്രഹമാണ് മാങ്കുറ്റിപ്പാടത്തുള്ള പുര ആർട്ട് കസേ. നാട്ടുമാവുകൾ തണൽ വിരിച്ചു നിൽക്കുന്ന പുരയുടെ അങ്കണത്തിലാണ് കുട്ടികൾക്കായി ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസം നീളുന്ന ക്യാമ്പിൽ 30ഓളം കുട്ടികൾ പങ്കെടുക്കും. ചെറുപ്പം മുതലേ കലയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജീവിതയാത്ര കുട്ടികളിൽ ലക്ഷ്യബോധം സൃഷ്ടിക്കാനും ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാനും ഇത്തരം ക്യാമ്പുകൾ സഹായിക്കുമെന്ന തിരിച്ചറിവാണ് പുരയുടെ അങ്കണത്തിൽ വരമുറ്റമൊരുക്കാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. ശില്പികളും ചിത്രകാരന്മാരുമായ സജി നാരായണൻ, വിജു ശങ്കർ എന്നിവർ ചേർന്ന് ചിത്രം വരച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിയ ഷിബു അധ്യക്ഷത വഹിച്ചു. PS സുരേന്ദ്രൻ, രഞ്ജിത്ത് മാധവൻ, VK കാസിം, ദേവാംഗന, ക്യാമ്പ് കോർഡിനേറ്റർ നിശാന്ത് എന്നിവർ സംസാരിച്ചു. TCB ന്യൂസ്, കൊടകര. ഡയമണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ആംബുലൻസ് അന്നമനട പഞ്ചായത്തിന് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, രാമൻ നമ്പൂതിരി, NS അബ്ദുൽ ഖാദർ, TK സതീശൻ, KA ഇക്ബാൽ, KK രവി നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവം 4 മുതൽ 8 വരെ വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 വൈകിട്ട് സിനിമാ നടൻ TG രവി നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാടൻ മോക്ഷം എന്ന നാടകം അരങ്ങേറും. ഏപ്രിൽ 8 വൈകിട്ട് നടക്കുന്ന സമാപന സദസ്സ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് UAE മലയാളി ആർട്സ് ആൻഡ് സോഷ്യൽ സെന്റർ അവതരിപ്പിക്കുന്ന ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന നാടകം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ P കൃഷ്ണദാസ്, കൺവീനർ BV സുധീഷ്, പ്രബലൻ വേലൂർ, N ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പവർട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന സ്വപ്ന ഭവനത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. പവർട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ താൽക്കാലിക ജീവനക്കാരി മുനക്കക്കടവിൽ താമസിക്കുന്ന KK നളിനിക്കും മകൾക്കുമാണ് സ്വപ്ന ഭവനം നിർമ്മിച്ചു നൽകുന്നത്. നളിനിയുടെയും കുടുംബത്തിന്റെയും ദുരിതപൂർണമായ ജീവിതം മനസ്സിലാക്കിയ വ്യാപാരികൾ 650 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് കട്ടിളവെപ്പ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KJ വർഗീസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CL റാഫേൽ, EV വിനോദ്, PI റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗുരുതിപ്പാല പീരൂർക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക ആഘോഷത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പാക്കനാർവേല, കാളകളിയും എഴുന്നള്ളിപ്പും, ഭജൻസ്, പ്രസാദവൂട്ട്, ഭഗവതിമാരുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, ഗ്രാമപ്രദക്ഷിണം, ഗുരുതിപ്പാലയിൽ നിന്ന് 5 ആനകളുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ്, കാഴ്ചശിവേലി, താലിവരവ് എന്നിവ നടന്നു. പർപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ത്രിദിന ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവാകുന്നു. പൂമരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ പ്രകൃതിയുടെ പച്ചപ്പ് തേടി വിദ്യാർത്ഥികൾ നടത്തിയ യാത്രയും കൗതുക വസ്തുക്കൾ നിർമ്മിച്ചും ക്യാമ്പിന്റെ 2ാം ദിനം ശ്രദ്ധേയമായി. നാടൻപാട്ട്, ജ്യൂസ് നിർമ്മാണം, നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിർമ്മാണം എന്നിവയോടെ വ്യാഴാഴ്ച ക്യാമ്പിന് സമാപനമാകും.
മിലേനിയം യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ തലൂർ ദീപ്തി സ്കൂൾ ഗ്രൌണ്ടിൽ അവധിക്കാല സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ക്ലബ് പ്രസിഡന്റ് ലിജു തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സജിത് ജോർജ് അധ്യക്ഷത വഹിച്ചു. 50ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കോച്ച് ആനന്ദ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ലഹരിക്കെതിരെ നാടൊന്നിക്കണമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. 70 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച് ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ മുഖ്യാതിഥിയായിരുന്നു. റിട്ടയേർഡ് എസ്.ഐ. സുബ്രതകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. വൈസ് ചെയർപേഴ്സൺ അനീഷ് ഷാനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എം ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, എസ് മനോജ്, എ സായിനാഥൻ, പ്രതിപക്ഷ നേതാവ് കെ.പി. ഉദയൻ, കൌൺസിലർ കെ.പി. റഷീദ്, സെക്രട്ടറി എച്ച്. അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ തന്നെ ഈ ഒരു ടൗൺ ഹാളിന്റെ പ്രവൃത്തിയിലൂടെ തന്നെ ഞാറിനെ വെച്ചിട്ട് എന്തായാലും സാധാരണക്കാർക്ക് വലിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ കടലിലേക്ക്. അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ്. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ചാണ് വിസ്മയ കാഴ്ചകൾക്ക് വേദിയായത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കടലാമ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കടലിലേക്ക് ഇറങ്ങിയത്. 1.5 മാസം മുമ്പാണ് കടലാമകൾ കടൽ ഭിത്തിക്കരികെ മുട്ടകൾ ഇടുന്നുണ്ടെന്ന് ബീച്ചിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരിക്കൽ കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തനിയെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നതും ഇവർ കണ്ടിരുന്നു. എന്നാൽ മുട്ടകൾ കടലിൽ ഒലിച്ചു പോവുകയോ തെരുവു നായ്ക്കൾ മാന്തിയെടുത്ത് നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കരയിൽ പ്രത്യേക കുഴികളുണ്ടാക്കി ഇവ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കുഴിച്ചിട്ട മുട്ടകൾക്ക് ചുറ്റും സംരക്ഷണ വേലിയൊരുക്കി രാവും പകലും മത്സ്യത്തൊഴിലാളികൾ കാവലിരിക്കുകയും ചെയ്തു. 200-ലധികം മുട്ടകളാണ് ഇങ്ങനെ സംരക്ഷിച്ചത്. ഇതിൽ 100ഓളം മുട്ടകളാണ് വിരിഞ്ഞത്. ഇത്രയും കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഞങ്ങള് മത്സ്യബന്ധനത്തിന് വന്നതായിരുന്നു രാവിലെ തന്നെ. അപ്പോഴാണ് ആമ മുട്ടയിട്ട് ഞങ്ങൾ സംരക്ഷിച്ച് 49 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 17 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. അതിന് ശേഷം ഇട്ടതാണ് ഈ 88 കുഞ്ഞ് വിരിഞ്ഞ് കിട്ടി. ഇത്രയും ദിവസം നല്ലോണം കഷ്ടപ്പെട്ട് സംരക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ 88 കുഞ്ഞിനെ വിരിഞ്ഞ് കിട്ടിയത്. നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ മുന്നോട്ട് വരണമെന്നും പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ തീരദേശത്ത് ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടായാൽ അത് സംരക്ഷിക്കാൻ നമ്മളെ തലമുറ മുന്നോട്ട് വരുന്നു. ആഴക്കടലിൽ മാത്രം വസിക്കുന്ന കടലാമകൾ മുട്ടയിടാൻ മാത്രമാണ് കരയിലെത്തുക. മുട്ടയിടൽ കഴിഞ്ഞാൽ കടലിലേക്ക് ഇവ തിരികെ പോകുകയും ചെയ്യും. തള്ളയാമയുടെ യാതൊരു പരിചരണമോ സംരക്ഷണമോ ഇല്ലാതെയാണ് മുട്ടകൾ വിരിയുകയും കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യുക. TCV ന്യൂസ്, കയ്പമംഗലം. ചെപ്പാറയിലെ സംരക്ഷിത വനഭൂമിയിൽ അനധികൃതമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. സംരക്ഷിത വനഭൂമിയിലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി തെക്കങ്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി വിശദമായ വാദം കേട്ട് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞുകൊണ്ട് ഉത്തരവ് നൽകിയിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോടികളുടെ അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിനും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അനധികൃത കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. DCC ജനറൽ സെക്രട്ടറി കെ. അജിത് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. യൂത്ത് ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറിമാരായ PJ രാജു, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, പാർലമെന്ററി പാർട്ടി നേതാവ് കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഭരണം വന്നപ്പോൾ ഇതൊക്കെ പാർട്ടി ഓഫീസുകളായിട്ട് മാറി എല്ലാ വായനശാലകളും. അതുപോലെ തന്നെ നമ്മുടെ ഈ നിയോജക കേരളത്തിലെ സർവീസ് പെൻഷൻകാരുടെ അർഹമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC പോളച്ചൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുൻ എക്സൈസ് ഇൻസ്പെക്ടർ KM അബ്ദുൾ ജമാൽ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KA സിറാജ്, CH രാജേന്ദ്ര പ്രസാദ്, സുധാകരൻ മണപ്പാട്ട്, PA മുഹമ്മദ് സഗീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് VC കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു.
അവകാശ നിഷേധത്തിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പുതുക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TT ബെന്നി അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം സെക്രട്ടറി MS വാസുദേവൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡേവിസ് വറീദ്, വർഗീസ് തെക്കേത്തല, മല്ലിക കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. റംസാൻ പാട്ടുകൾ പാടി ശ്രദ്ധേയനായി 8ാം ക്ലാസ് വിദ്യാർത്ഥി ഫെർമീസ്. ചങ്ങരംകുളം മൂക്കുതല തെരിയത്ത് അച്ചുവീട്ടിൽ അഷ്റഫ് സലീന ദമ്പതിമാരുടെ 3 മക്കളിൽ ഇളയ മകൻ ഫെർമീസിന്റെ ഈദും നിലാവ എന്ന റംസാൻ ആൽബത്തിലെ പാട്ടുകളാണ് ശ്രദ്ധേയമായത്. സംഗീതത്തിനോടുള്ള താല്പര്യമറിഞ്ഞ വീട്ടുകാർ ഫെർമീസിനെ ചെറുപ്പം മുതൽ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. 4 വർഷമായി ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാൾ ബക്രീദിനും ആത്മീയ ഗാനങ്ങളുടെ ആൽബങ്ങളിൽ ഫെർമീസ് പാടുന്നുണ്ട്. മൂക്കുതല PCN GH സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫെർമീസ്. സംഗീത സംവിധായകൻ ശ്രീനി, റഷീദ് ആലിക്കര എന്നിവർ പ്രോത്സാഹനവുമായി ഫെർമീസിനൊപ്പമുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 2ാം നമ്പർ കുടുംബശ്രീ 33ാം വാർഡ് കുടുംബശ്രീയും സംയുക്തമായി മനുഷ്യച്ചങ്ങല തീർത്തു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, കൌൺസിലർമാരായ രവീന്ദ്രൻ നടുമുറി, അലീമ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ കഴിഞ്ഞിട്ടും എക്സിബിഷൻ ഗ്രൌണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെന്ന ആക്ഷേപവുമായി നഗരസഭാ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത്. മാലിന്യങ്ങൾ തൊട്ടടുത്ത വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും കലരുകയാണെന്ന് പരാതി ഉയർന്നു. നിരവധി തവണ നാട്ടുകാരും സ്ഥലം കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവിയും വിഷയം നഗരസഭാ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ K അജിത് കുമാർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മയിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചത്. നഗരസഭ ഉടനടി മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യം നീക്കം ചെയ്യുമെന്ന് K അജിത് കുമാർ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിൽ തണ്ണീർപന്തൽ തുറന്നു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തണ്ണീർപന്തൽ ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും വിവിധ വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് തണ്ണീർപന്തൽ ഒരുക്കിയിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷരായ T സോമശേഖരൻ, PM സുരേഷ്, PK ഷബീർ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചേറൂർ ഏവന്നൂർ തേൻകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി വേലയോടനുബന്ധിച്ച് നടന്ന സമസ്ത ഏവന്നൂരിന്റെ വേലവരവ് വർണ്ണാഭമായി. വേലവരവിന്റെ ഭാഗമായി നടന്ന കാളിപ്പടയും ശിങ്കാരിമേളവും നാസിക് ഡോളും കാണികളെ ആവേശഭരിതരാക്കി. മുൻ MLA അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് ചരമവാർഷികാനുസ്മരണവും പുരസ്കാര സമർപ്പണവും ശനിയാഴ്ച ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ നടക്കും. ജോസ് കെ മാണി MP പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിന് ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ N കുമാരൻ, അഡ്വക്കേറ്റ് ആന്റോ ചെറിയാൻ, സംവിധായകൻ സുന്ദർദാസ്, P സുഭാഷ് ചന്ദ്രബോസ്, അഡ്വക്കേറ്റ് PI മാത്യു എന്നിവർ പങ്കെടുത്തു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ ആരംഭിച്ച ജോബ് സ്റ്റേഷനും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കലും കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരസമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ഏനമാക്കൽ ഇരുമ്പരനല്ലൂർ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ പൂരം എഴുന്നള്ളിപ്പ് ഭക്തി സാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി മഹേഷ് വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. വിവിധ ഉത്സവ കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കൂട്ടി എഴുന്നള്ളിപ്പിൽ 4 ഗജവീരന്മാർ അണിനിരന്നു. പഞ്ചവാദ്യത്തിന് പേരാമംഗലം അനിയൻ കുട്ടിമാരാരും മദ്ദളത്തിന് മച്ചാട് ശ്രീകുമാറും നേതൃത്വം നൽകി. ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് പ്രേമൻ നമ്പിയത്ത്, സെക്രട്ടറി പ്രമോദ് മാണിക്കത്ത്, ട്രഷറർ അശോകൻ പതിയത്ത് എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,418 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന വെടിക്കെട്ടിന് അനുമതിയായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ സമർപ്പിച്ചു. കുന്നംകുളത്ത് ഷോപ്പിംഗ് മാളിൽ അഗ്നിബാധ. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ പാടികൾക്ക് സമീപം വീണ്ടും കാട്ടാനിറങ്ങി. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങി നാശനഷ്ടം വരുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് അഗ്നിബാധയുണ്ടായ ഭണ്ഡാരത്തിലെ പണത്തിൽ 64 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തി. സുരക്ഷാ വീഴ്ച അന്വേഷിക്കുന്നതിനായി ദേവസ്വം പോലീസിന് കത്ത് നൽകും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.